കുർദിസ്ഥാനിലെ ദൊഹൂക്ക് ഗവർണറേറ്റ് മേഖലയിലുള്ള ക്രൈസ്തവർ അതീവ ഭീതിയിലാണ്. കഴിഞ്ഞ ഒരാഴ്ചയായി മിസ്ക, റബത്കെ മേഖലകളെ ലക്ഷ്യം വെച്ചുകൊണ്ട് തുർക്കിഷ് സേന ബോംബാക്രമണങ്ങളും റെയ്ഡുകളുമായി ഭീഷണി ഉയർത്തിയിരിക്കുകയാണ്. ക്രൈസ്തവ ഭൂരിപക്ഷ ഗ്രാമങ്ങളിലാണ് ആക്രമണം നടത്തിയിരിക്കുന്നത്. തൽഫലമായി നിരവധി വീടുകളും ആരാധനാലയങ്ങളും നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ 2 ക്രൈസ്തവ ദൈവാലയങ്ങൾ ഇതിനോടകം പൂർണ്ണമായും നശിപ്പിക്കപ്പെട്ടു. തുർക്കി, ഇറാൻ രാജ്യങ്ങളോട് അതിർത്തി പങ്കിടുന്ന ദൊഹൂക്ക് ഗവർണറേറ്റ്, ഇറാഖി കുർദിസ്ഥാൻ, വടക്കൻ നഹ്ല താഴ്വര എന്നിവിടങ്ങളാണ് ആക്രമണത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുന്നത്. തുർക്കി പ്രസിഡന്റ് റജബ് തയ്യിബ് എർദോഗന്റെ നിർദ്ദേശപ്രകാരം പ്രസ്തുത ഇടങ്ങളിൽ കഴിഞ്ഞ ഒരാഴ്ചയായി സൈന്യത്തെ വിന്യസിച്ചിരിക്കുന്നതായ വാർത്തകളാണ് പുറത്തുവന്നുകൊണ്ടിരിക്കുന്നത്. ജൂൺ 28-ന് തുർക്കിഷ് എയർഫോഴ്സ് ഇറാഖിന്റെ വടക്കേ താഴ്വരയിൽ ആക്രമണം നടത്തിയിരുന്നു. പ്രസ്തുത മേഖലയിൽ കൂടുതലും അസീറിയൻ കൽദായ ക്രൈസ്തവ ഗ്രാമങ്ങളാണ് എന്നതും ശ്രദ്ധേയം. തീവ്രവാദികൾ എന്ന് കരുതപ്പെടുന്ന കുർദിഷ് സായുധ സേനയെ ഇല്ലായ്മ ചെയ്യാനാണ് ആക്രമണം നടത്തിയത് എന്ന അവകാശവാദമാണ് തുർക്കിഷ് സേന ഉന്നയിക്കുന്നത്. എന്നാൽ പ്രസ്തുത പ്രദേശവാസികൾക്ക് കുർദിഷ് സായുധ സേനയുമായി യാതൊരു ബന്ധമോ സമ്പർക്കമോ ഇല്ലാത്ത പശ്ചാത്തലത്തിലാണ് തുർക്കിഷ് സേന ഈ ആക്രമണം അഴിച്ചുവിട്ടിരിക്കുന്നത്. ഫലമോ ആക്രമണത്തിൽ ഇരയാകുന്നത് സാധാരണ മനുഷ്യരും. ഈ വർഷം തന്നെ 840ഓളം ആക്രമണങ്ങളാണ് ഈ മേഖല നേരിട്ടിരിക്കുന്നത്. ഇതിൽ മിസ്ക, റബത്കെ മേഖലകളിലായി 8 സാധാരണ പൗരന്മാർ കൊല്ലപ്പെട്ടിരുന്നു. ബോംബാക്രമണം മലമ്പ്രദേശത്തെയും കാര്യമായി ബാധിച്ചിരുന്നു. കൂടാതെ ഈ ആക്രമണങ്ങൾ പ്രദേശവാസികളുടെ വീടുകളും മറ്റു വസ്തുക്കളും തകരാനും ഇടയാക്കിയിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ഗ്രനേഡ് ആക്രമണങ്ങളിൽ മിസ്കയിലെ ദൈവാലയവും 2 വീടുകളും തകർന്നിരുന്നു. ആക്രമണം നടന്ന സമയത്ത് ആരും അകത്ത് ഇല്ലാതിരുന്നതിനാൽ ആളപായം ഉണ്ടായില്ല. അതേസമയം റബത്കയിലും ഗ്രനേഡ് ആക്രമണത്തെ തുടർന്ന് അഗ്നിബാധ ഉണ്ടായെങ്കിലും പെട്ടെന്ന് തന്നെ തീ അണയ്ക്കാൻ സാധിച്ചത് വൻ വിപത്തുകൾ ഒഴിവാക്കാൻ സഹായിച്ചു. പ്രസ്തുത ആക്രമണങ്ങളെ അപലപിച്ചുകൊണ്ടുള്ള ഹാഷ്ടാഗുകൾ സമൂഹമാധ്യമങ്ങളിൽ വൻ ജനശ്രദ്ധ നേടിയിരുന്നു. തുടർച്ചയായ ആക്രമണങ്ങളെ തുടർന്ന് പ്രദേശവാസികൾ ഏറെ ഭീതിയിലാണ് കഴിയുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷിഗ്ന ന്യൂസ്.